കുറ്റ്യാടിയിൽ വോട്ടർ അറിയാതെ വോട്ട് ചെയ്തു എന്നൊരു പരാതി ഉയർന്നിരിക്കുകയാണ്. കുമുള്ളക്കണ്ടി സീനത്തിന്റെ വോട്ട് പോസ്റ്റൽ വോട്ടായി മറ്റാരോ ചെയ്തു എന്ന പരാതിയാണ് വരുന്നത്. ശരത് എസ് വിവരങ്ങളുമായ ശരത്, ഇപ്പോൾ സീനത്ത് വോട്ട് ചെയ്യാൻ വന്നപ്പോഴാണോ തന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്ന് അറിഞ്ഞത്? എന്താണ് ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത്? സ്മൃതി, അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കുറ്റ്യാടി ആയഞ്ചേരിയിലെ 47-ാം നമ്പർ ബൂത്തിലാണ് സീനത്തിന് വോട്ടുള്ളത്. അങ്ങനെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി എത്തിയതായിരുന്നു. അവിടെ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ തൻ്റെ സീനത്തിൻ്റെ വോട്ട് മറ്റാരോ പോസ്റ്റൽ വോട്ടായി ചെയ്തു എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. പോളിംഗ് ഓഫീസിലും ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം സീനത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ വലിയ ആരോപണം പാറക്കൽ അബ്ദുള്ള അടക്കമുള്ള സ്ഥാനാർത്ഥിയായ പാറക്കൽ അബ്ദുള്ള അടക്കം ഉന്നയിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അതായത് ഇവർ ഈ വോട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് അവിടെ വോട്ടില്ല, അവർ നേരത്തെ അവരുടെ പോസ്റ്റൽ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരോ മറ്റ് ജീവനക്കാരോ ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഇവരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി വരുന്നത്. നിലവിൽ ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് ഇപ്പോൾ കുറ്റ്യാടിൽ നിന്ന് അറിയാനാകുന്നത്. അവിടെ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്ന് കണ്ടെത്തുകയാണ്. അത് പക്ഷേ പോസ്റ്റൽ വോട്ടായി ചെയ്തു എന്നുള്ളതാണ്. പരാതി പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു. അടുത്തത് മഞ്ചേശ്വരത്തെയാണ്. മഞ്ചേശ്വരത്ത് കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നു. അവിടെ കയ്യാറിലാണ് BJP UDF പ്രവർത്തകർ തമ്മിൽ വാക്തർക്കമുണ്ടായത്. കള്ളവോട്ട് ചെയ്യാനെത്തി എന്നാരോപിച്ച് ജാഫർ എന്നയാളെ BJP പ്രവർത്തകർ തടഞ്ഞു. പ്രവാസിയായ ഖാലിദ് എന്നയാളുടെ വോട്ട് ജാഫർ ചെയ്തു എന്നാണ് ആരോപണം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, മഞ്ചേശ്വരം ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ കള്ളവോട്ട് എന്ന ആരോപണം ഉയരുമ്പോൾ എന്താണ് പോലീസ് ഇടപെട്ടോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാനാകുന്നത്? സ്മൃതി, BJP കഴിഞ്ഞ ദിവസം തന്നെ ഈ കള്ളവോട്ട് ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ട് കള്ളവോട്ടായി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. UDF അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി എന്നതായിരുന്നു BJPയുടെ ആരോപണം. ഇന്ന് രാവിലെ പ്രവാസിയായിട്ടുള്ള ഒരാളുടെ വോട്ട് മറ്റൊരാൾ, നാട്ടിലുള്ള ഒരാൾ ചെയ്തു എന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നു. അങ്ങനെ ആ വോട്ട് ചെയ്യാനെത്തിയ ആളെ, ആ വ്യക്തിയെ അവിടെ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. വാക്കുതർക്കം തുടരുകയാണ്. ഇപ്പോഴും അയാൾ ആ ബൂത്തിൻ്റെ പരിസരത്ത് തന്നെയാണുള്ളത്. BJP പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പിന്നീട് UDF പ്രവർത്തകരും അങ്ങോട്ടെത്തി. BJP UDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കൂടുതൽ പോലീസുകാർ അവിടെ എത്തി ആ സംഘർഷാവസ്ഥക്കൊരു ആയ്വ് വരുത്തിയിട്ടുണ്ട്. ഇത് കള്ളവോട്ടാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അത് കള്ളവോട്ടാണെന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ നടപടിയിലേക്ക് പോകുമെന്നാണ്. ഇയാൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് കയറിയപ്പോൾ BJPയുടെ അവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ഏജന്റുമാർ അത് ചലഞ്ച് ചെയ്യുകയും പിന്നീട് ആ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് ഈ പ്രവാസിയായിട്ടുള്ള ആളല്ല എന്ന് അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നൽകിയെന്നാണ് BJP പറയുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ നടപടി വേണം. അല്ലാത്ത പക്ഷം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് BJP ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മറ്റ് സ്വാധീന ബൂത്തുകളിലും ഇത്തരത്തിലുള്ള കള്ളവോട്ടിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണവും BJP മഞ്ചേശ്വരത്ത് രേഖപ്പെടുത്തിയതിനേക്കാൾ അധികം വോട്ടിംഗ് യന്ത്രത്തിൽ തെളിഞ്ഞു എന്നൊരു പരാതി കൂടി ഉയർന്നിട്ടുണ്ടല്ലോ. എന്താണ് അത്? പരിശോധിച്ചോ? അതിൽ പരിശോധന നടത്തിയത് സാങ്കേതിക തകരാറാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ക്രമക്കേടോ അല്ല, സാങ്കേതികമായി സംഭവിച്ചിട്ടുള്ള തകരാറാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള വിശദീകരണം.